അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ മാസം വളരെ പെട്ടെന്ന് തീർന്നു. പെട്ടെന്നായിരുന്നു. ഫെബ്രുവരി മാസം വന്നെത്തിയിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ റിലീസ് ആവുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പിന്നെ ഓർക്കുക, ഇതിൽ പറയുന്ന റിലീസ് ഡേറ്റുകൾ പല സിനിമകളുടേതുമൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. നിലവിലെ പല കാര്യങ്ങളും അറിയാമല്ലോ. സോ 30+ അപ്കമിംഗ് മൂവീസ് റിലീസിംഗ് ഇൻ ഫെബ്രുവരി 2026. Let us start, Maggie. Let us start, Maggie. Y'all know me, still the same OG, but I've been low key. ഫെബ്രുവരി 1 തന്നെ MGM+ൽ വാനിഷ്ഡ് എന്നൊരു ഇംഗ്ലീഷ് ത്രില്ലർ സീരീസ് റിലീസ് ആവുന്നുണ്ട്. അതുപോലെ 5-ാം തീയതി ദ ലിങ്കൻ ലോയറിന്റെ സീസൺ 4ഉം ദ അൺഫെമിലിയർ എന്നൊരു ജർമ്മൻ ത്രില്ലർ സീരീസും നെറ്റ്ഫ്ലിക്സിലും റിലീസ് ആവും. അന്ന് തന്നെ ഇന്ദ്രൻസിന്റെ ആശാൻ എന്ന പടം തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ഫെബ്രുവരി 6-ാം തീയതി കുറെ റിലീസുകളുണ്ട്. കഴിഞ്ഞ മാസം അവസാനം ഇറങ്ങേണ്ടിയിരുന്ന ഭാവനയുടെ അനോമി എന്ന മലയാളം ത്രില്ലർ പടം 6-ാം തീയതിയാണ് റിലീസ് ആവുന്നത്. ഇതിൽ റഹ്മാൻ, വിഷ്ണു അഗസ്ത്യ, ബിനു പപ്പു, അർജുൻ ലാൽ തുടങ്ങിയവരും അഭിനയിക്കുന്നുണ്ട്. ജയറാം, കാളിദാസ് ജയറാം, ആശാ ശരത് തുടങ്ങിയവർ അഭിനയിച്ച മലയാളം ഫാമിലി ഡ്രാമ ആശകൾ 1000ഉം ഫെബ്രുവരി 6-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. കുറെ വർഷങ്ങൾക്ക് ശേഷം ജയറാമിന്റേതായിട്ട് ഒരു മലയാളം പടം റിലീസ് ആവുകയാണ്. കൂടാതെ ഷൈൻ ടോം ചാക്കോ, ബിബിൻ ജോർജ് എന്നിവർ അഭിനയിച്ച ശുക്രൻ എന്നൊരു മലയാളം കോമഡി പടവും 6-ന് തിയേറ്ററുകളിൽ റിലീസ് ആകും. ഇനി 6-ാം തീയതി തമിഴിൽ നിന്ന് വരുന്ന പടങ്ങൾ, നമ്മുടെ അനശ്വര രാജൻ നായികയായിട്ട് വരുന്ന തമിഴ് പടം വിത്ത് ലവ് ഫെബ്രുവരി 6-ന് തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ടൂറിസ്റ്റ് ഫാമിലി സിനിമയുടെ സംവിധായകനായ അഭിഷൻ ജീവിന്താണ് ഈ പടത്തിൽ നായകനായിട്ട് അഭിനയിക്കുന്നത്. ഇതിനോടൊപ്പം റെഡ് ലേബൽ, യോഗിഡ എന്നീ തമിഴ് ആക്ഷൻ ത്രില്ലർ പടങ്ങളും 6-ന് തിയേറ്ററുകളിൽ റിലീസ് ആകും. ഹിന്ദിയിൽ നിന്നും ക്രൈം ത്രില്ലർ വധിന്റെ സെക്കൻഡ് പാർട്ട് വധ് 2, രാജ്ബി ഷെട്ടിയുടെ കന്നഡ ത്രില്ലർ രക്ക സാപുരധോൽ, അങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ എന്ന് തോന്നുന്നു, ഇംഗ്ലീഷ് ത്രില്ലർ സിനിമയായ ദ സ്ട്രേഞ്ചർ ചാപ്റ്റർ 3 എന്നിവയും 6-ാം തീയതി തന്നെ തിയേറ്ററുകളിൽ റിലീസ് ആകും. ഹിന്ദി ക്രൈം ത്രില്ലർ സീരീസ് കൊഹ്റയുടെ സീസൺ 2 11-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇനി വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് 12-ാം തീയതി മുതൽ 13-ാം തീയതി വരെ കുറെ പടങ്ങൾ റിലീസ് ആവുന്നുണ്ട്. ഫെബ്രുവരി 12-ന് മുമ്പ് റിലീസ് മാറ്റിവെച്ച 2 തമിഴ് പടങ്ങളാണ് റിലീസ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിലൊന്ന് വിജയുടെ ജനനായകനാണ്. ജനുവരിയിൽ ഏറ്റവും പ്രതീക്ഷ റിലീസുകളിൽ ഒന്നായിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ, സെൻസർ ബോർഡ് ഇഷ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പടം ഇങ്ങനെ റിലീസ് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിന്റെ പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ആവുകയാണെങ്കിൽ, കണ്ടീഷൻസ് അപ്ലൈ ആണ് കേട്ടോ, അങ്ങനെ ആവുകയാണെങ്കിൽ ജനനായകൻ ടീം പടം ഫെബ്രുവരി 12-നോ അല്ലെങ്കിൽ ഫെബ്രുവരി 13-നോ റിലീസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ഭാഗമായിട്ട് അഭിനയരംഗം ഉപേക്ഷിക്കുന്നതിനാൽ അദ്ദേഹത്തിന്റെ അവസാന ചിത്രം എന്ന നിലയിൽ വരുന്ന പടമാണ് ജനനായകൻ. ഏറെ പ്രതീക്ഷയുള്ള ഒരു സിനിമ കൂടിയാണ്. അടുത്തത് പ്രദീപ് രംഗനാഥൻ, കൃതി ഷെട്ടി എന്നിവർ അഭിനയിച്ച തമിഴ് റൊമാന്റിക് ഡ്രാമ ലവ് ഇൻഷുറൻസ് കമ്പനിയാണ്. ഈ പടവും പലതവണ റിലീസ് മാറ്റിവെച്ചതാണ്. നവംബറിലും ഡിസംബറിലും ഒക്കെ റിലീസ് ആവാനിരുന്ന പടമായിരുന്നു. ഇത് വാലന്റൈൻ സ്പെഷ്യൽ ആയിട്ട് ഫെബ്രുവരി 12-ന് തിയേറ്ററുകളിൽ റിലീസ് ആകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കേൾക്കുന്നത്. 12-ാം തീയതി തന്നെ എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്യുന്ന മലയാളം ആക്ഷൻ കോമഡി ഡ്രാമ സ്പാ റിലീസ് ആവുന്നുണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ, ശ്രുതി മേനോൻ ഉൾപ്പെടെ വലിയൊരു താരനിരയുള്ള ഒരു സിനിമയാണത്. ഫെബ്രുവരി 12-ന് കൂടോത്രം എന്നൊരു മലയാളം പടവും റിലീസ് ആവുന്നുണ്ട്. ഇനി കൃഷാന്തിന്റെ മലയാളം ഡിസ്റ്റോപ്പിയൻ ത്രില്ലർ മസ്തിഷ്ക മരണവും ഫെബ്രുവരി 13-ന് റിലീസ് ആവാൻ സാധ്യത ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. കൺഫേം ചെയ്തിട്ടൊന്നുമില്ല. ഈ പടത്തിൽ രജിഷ വിജയൻ, വിഷ്ണു അഗസ്ത്യ, ജഗദീഷ്, ദിവ്യപ്രഭ അങ്ങനെ വലിയൊരു താരനിര അണിനിരക്കുന്നുണ്ട്. അന്ന് തന്നെ രാജേഷ് മാധവൻ സംവിധാനം ചെയ്ത് ഫിലിം ഫെസ്റ്റിവലുകളിലൊക്കെ നല്ല അഭിപ്രായം നേടിയ പെണ്ണും പൊറാട്ടും എന്ന സിനിമയും തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ഇനി ഹോളിവുഡിൽ നിന്നും ക്രിസ് ഹെംസ്വർത്തിന്റെ ആക്ഷൻ ത്രില്ലർ ക്രൈം 101 13-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. നെയ്ബേഴ്സ് എന്നൊരു ഇംഗ്ലീഷ് ത്രില്ലർ സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിലും 13-ന് റിലീസ് ആകും. ഇനി റൊമാൻസ് പടങ്ങൾ നോക്കുകയാണെങ്കിൽ 13-ാം തീയതി മാത്യു തോമസിന്റെ സുഖമാണോ സുഖമാണ് എന്നൊരു മലയാളം പടം വരുന്നുണ്ട്. ദേവിക സഞ്ജയ് ആണ് നായിക. ജഗദീഷ്, സ്ഫടികം ജോർജ്, മണിക്കുട്ടൻ, നോബി, അങ്ങനെ കുറെ പേര് പടത്തിലുണ്ട്. തമിഴിൽ നിന്നും പൂക്കി, അതുപോലെ ഹോളിവുഡിൽ നിന്നും വിതറിംഗ് ഹൈറ്റ്സ്, ഈ പടങ്ങൾ തിയേറ്ററുകളിലും, അതുപോലെ ലവ് മീ എന്നൊരു ഇംഗ്ലീഷ് റൊമാൻസ് ഡ്രാമ ആമസോൺ പ്രൈം വീഡിയോയിലും 13-ാം തീയതി തന്നെ റിലീസ് ആവുന്നുണ്ട്. 2 ഹിന്ദി റൊമാന്റിക് ത്രില്ലേഴ്സും 13-ന് തന്നെ റിലീസ് ആവുന്നുണ്ട്. ഷാഹിദ് കപൂർ, തമന്ന എന്നിവർ അഭിനയിച്ച ഓ റോമിയോ, ആദർശ് ഗൗരവിന്റെ സർവൈവൽ ത്രില്ലർ തൂ യാ മേം, ഈ 2 പടങ്ങളും 13-ന് തിയേറ്റർ റിലീസ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് റിലീസ് ആവുന്ന പടങ്ങൾ. 19-ാം തീയതി നൈറ്റ് ഏജന്റ് ആക്ഷൻ ത്രില്ലർ സീരീസിന്റെ സീസൺ 3 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആകും. ഇനി ഫെബ്രുവരി 20-നും കുറെ റിലീസുകളുണ്ട്. തമിഴിൽ നിന്നും രാധിക ശരത് കുമാറിന്റെ ഡ്രാമ മൂവി തായ് കിഴവി, ഹിന്ദിയിൽ നിന്നും തപ്സി പന്നുവിന്റെ ക്രൈം ത്രില്ലർ അസ്സി, സിദ്ധാന്ത് ചതുർവേദിയുടെ ദോ ദിവാനെ ഷെഹർ മേ, അതുപോലെ ഹോളിവുഡ് സിനിമകളായ ഗോട്ട് എന്നൊരു ആനിമേഷൻ മൂവി, ഗുഡ് ലക്ക് ഹാവ് ഫൺ ഡോണ്ട് ഡൈ എന്നൊരു സൈഫൈ കോമഡി ഡ്രാമ, സൈക്കോ കില്ലർ എന്നൊരു ഇംഗ്ലീഷ് ത്രില്ലർ, ഇതെല്ലാം 20-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ഒപ്പം ഇംഗ്ലീഷ് ത്രില്ലർ സീരീസ് ദ ലാസ്റ്റ് തിങ് ഹി ടോൾഡ് മീ, ഇതിന്റെ സീസൺ 2 ആപ്പിൾ TV+ലും റിലീസ് ആകും. പ്രിയങ്ക ചോപ്രയുടെ ഇംഗ്ലീഷ് ആക്ഷൻ അഡ്വഞ്ചർ മൂവി ദ ബ്ലഫ് ആമസോൺ പ്രൈം വീഡിയോയിൽ 25-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. ഇനി ഇംഗ്ലീഷ് ഹൊറർ ഫിലിം ഫ്രാഞ്ചൈസ് സ്ക്രീമിന്റെ പുതിയ പടം സ്ക്രീം 7 27-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആകും. അതുപോലെ മൊണാർക്ക്
ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ് ഇംഗ്ലീഷ് മോൺസ്റ്റർ സീരീസ് ആണ്. ഇതിന്റെ സീസൺ 2 ആപ്പിൾ TV പ്ലസിലും ഫെബ്രുവരി 27-ാം തീയതി തന്നെ റിലീസ് ആവുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഫെബ്രുവരി മാസം തിയേറ്ററുകളിലും ഡിജിറ്റലായിട്ടും റിലീസ് ആവുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും. ഇതിൽ ഏത് സിനിമ അല്ലെങ്കിൽ സീരീസിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അതുപോലെ ഞാൻ ഏതെങ്കിലും പടമോ അല്ലെങ്കിൽ സീരീസോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റിൽ പറയുക. അപ്പൊ ശരി.